ഭാരത് അരി ജനങ്ങളിലേക്ക്. കുറഞ്ഞ വിലയ്ക്ക് അരി ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. നാഫെഡ്, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, കേന്ദ്രീയ ഭണ്ഡാർ എന്നീ ഏജൻസികൾ മുഖേന ഭാരത് റൈസ് ബ്രാൻഡിന് കീഴിൽ ചില്ലറ വിൽപ്പനയ്ക്ക് 5 MLT അരി കേന്ദ്രം അനുവദിച്ചു. അരിയുടെയും നെല്ലിന്റെയും സ്റ്റോക്ക് അറിയിക്കാൻ വ്യാപാരികൾക്കും മില്ലുടമകൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ നൽകി. സാധാരണക്കാർക്ക് 1 കിലോയ്ക്ക് 29 രൂപയ്ക്കാണ് ഭാരത് അരി ലഭിക്കുക. 5 കിലോ, 10 കിലോ ചാക്കുകളിൽ അരി കിട്ടും. നാഫെഡ്, NCCF, കേന്ദ്രീയ ഭണ്ഡാർ എന്നീ കേന്ദ്ര സഹകരണ ഏജൻസികളുടെ ഔട്ട്ലെറ്റുകളിൽ നിന്നും മൊബൈൽ വാനുകളിൽ നിന്നും അരി വാങ്ങാം. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള മറ്റ് റീറ്റെയിൽ ശൃംഖലകളിലൂടെയും ഭാരത് അരി ഉടൻ ലഭ്യമാകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. അടുത്ത ആഴ്ച മുതൽ വിപണിയിൽ ഭാരത് അരി ലഭ്യമായി തുടങ്ങുമെന്നാണ് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്ര അറിയിച്ചിരിക്കുന്നത്. വില നിയന്ത്രണത്തിന്റെ ഭാഗമായി മൊത്ത വിപണനം നടത്തുന്നവരോട് സ്റ്റോക്കുള്ള അരിയുടെ കണക്കുകൾ നൽകാനും കേന്ദ്രം ആവശ്യപ്പെട്ടു. നിലവിൽ ഭാരത് ദാൽ കിലോയ്ക്ക് 60 രൂപയ്ക്കും ഭാരത് ആട്ട കിലോയ്ക്ക് 27 രൂപയ്ക്കും സർക്കാർ വിൽക്കുന്നുണ്ട്. വില കുറയുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുമെന്നും ചോപ്ര അറിയിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും അരി സ്റ്റോക്ക് പോർട്ടലിൽ വെളിപ്പെടുത്താൻ മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുകയാണ്. ചില്ലറ വ്യാപാരികൾ, മൊത്തക്കച്ചവടക്കാർ, പ്രോസസ്സറുകൾ എന്നിവർ അരിയുടെ സ്റ്റോക്ക് വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അരിവില കുറയ്ക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അരി ഒഴികെയുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും വില നിയന്ത്രണത്തിലാണെന്നും അദ്ദേഹം അറിയിച്ചു.